2024 പുറത്തിറങ്ങിയ ഒരു കിഡിലൻ ആക്ഷൻ മൂവിയാണ് ഹോങ്കോങ് ലാംഗ്വേജിൽ പുറത്തിറങ്ങിയ ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വോൾഡ് ഇൻ. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ട സ്റ്റോറി ആയാലും വെറുതെ ഒരു തട്ടിക്കൂട്ട് സ്റ്റോറി അല്ലാതെ ആവശ്യത്തിന് സമയം എടുത്തിട്ട് കാണുന്ന പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പടം കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഈ മൂവി ഓവറോൾ ഓഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച കണ്ടന്റ് ഇതാണ്, അത് നല്ല രീതിയിൽ തന്നെ അവർ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് വരുമല്ലോ. ആ ഒരു ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ച ഒരു മൂവി തന്നെയാണ്. ഇതിന്റെ ലീഡിംഗ് കാസ്റ്റിന്റെ പെർഫോമൻസ് ആയാലും ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും ആൻഡ് ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിന്റെ ഒരു ബാക്ക് സ്റ്റോറിയും അവരുടെ ഒരു പാസ്റ്റുകൾ സ്റ്റോറിയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യത്തിന് സമയം എടുത്തിട്ടാണ് ഈ ഒരു സിനിമ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതെന്താണ് പലയിടത്തും ചെറിയൊരു സ്ലോ ഫീൽ വരുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ ആ സ്റ്റോറിക്ക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ടൈം എടുത്തുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഈവൻ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും ശരി പക്കയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൂവ്മെന്റ്സ് ആയാലും ശരി, ഒരാൾ മറ്റൊരാളെ ഇങ്ങനെ ഹിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള ആ ഒരു റിഫ്ലക്സ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയാലും ശരി, നമുക്ക് ആ ഇടിയുടെ ഇമ്പാക്ട് നമുക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അഡ്രിനാലിൻ റഷ് മൊമെന്റ്സ് ആയിട്ടുള്ള ഒരുപാട് സീനുകൾ ഈ സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് ഇതിലത്തെ ലീഡിംഗ് കാസ്റ്റിന്റെ പെർഫോമൻസ് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ഫിലിപ്പ് എൻജി ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, കിങ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കും പലയിടത്തും നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ കയറി തല്ലാൻ തോന്നും. അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ആ ഒരു ക്യാരക്ടറിൻ്റെതായിട്ടുള്ള ആ ഒരു നേച്ചർ ആയാലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ഷനിലായാലും ശരി, നമുക്ക് ആ ഒരു എന്താണോ ആ ഒരു ക്യാരക്ടർ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടറിനാണ് നമ്മൾ അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് 100% പെർഫോമൻസിലൂടെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ആൻഡ് ആ ഒരു വേൾഡ് സിറ്റിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു 1980കളിൽ ഹോങ്കോങ്ങിൽ നടക്കുന്ന കുറെ സംഭവങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ കാലത്ത് ഉണ്ടായിട്ടുള്ള കുടിയേറ്റം, അതുപോലെ തന്നെ അവിടെയുള്ള ഒരു വേൾഡ് സിറ്റിയുടെ ഉള്ളിൽ അവിടെയുള്ള പല ആൾക്കാരുടെയും ജീവിതങ്ങൾ, അവിടെയുള്ള പല ക്യാരക്ടേഴ്സ്, ഇവരുടെയൊക്കെ ബാക്ക് സ്റ്റോറി എന്താണ് ഈ വേൾഡ് സിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള റൂൾസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെയധികം ടൈം എടുത്തുകൊണ്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പടം നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഇതില് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ കണ്ടന്റ് കൊണ്ടുവരാനും അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞു പോകാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈവൻ ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയുടെ കാര്യം പറയുമ്പോൾ തന്നെ കുറെയൊക്കെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഇതിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വെറുതെ ആയി പോയില്ല. പലയിടത്തും ആ ഒരു കണ്ടന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു എലമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സീനിലെ ആവശ്യം എന്തായിരുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു പലയിടത്തും ഉണ്ടായിരുന്ന പ്ലേസിങ്. അതിന് തീർച്ചയായിട്ടും കണ്ടുനോക്കുക. പടം ഡിജിറ്റലി ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ലാസ്റ്റ് വീക്കോ അതിന് മുമ്പത്തെ വീക്കോ ഒക്കെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ സിനിമ തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു. ആൻഡ് എന്തായാലും നിങ്ങൾ പടം കണ്ടുനോക്കുക. ഒരു ആക്ഷൻ മൂവി ലവർ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. പടം കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.